നമ്മുടെ കൊപ്പം പഞ്ചായത്തിൽ എങ്ങനെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ യോഗയെ സ്പോർട്സ് കൗൺസിലിലെ 44ാമത്തെ ഇനമായിട്ട് അംഗീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് അന്തർദേശീയ യോഗാ ദിനത്തിന് മുന്നേ തന്നെ ഇവിടെ യോഗ പരിശീലനം പഠന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. ഇന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊപ്പം പഞ്ചായത്ത് ഈ പൊതുസമൂഹത്തിൽ രോഗമില്ലാത്ത ഒരു ജീവിതം എന്നുള്ള ഒരു വലിയ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വലിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാ സ്കൂളുകളിലും കൊപ്പം പഞ്ചായത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇത് എന്റെ അനുഭവത്തിലാണെങ്കിൽ ഒരു 9ാമത്തെ സ്കൂളാണ് ഈ വർഷം. ഇനിയും പുതിയ സ്കൂളുകൾക്കൊക്കെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതും വരും ദിവസങ്ങളിൽ മാർച്ചിന് മുന്നേറ്റ് എല്ലാ സ്കൂളുകളും അത് പൂർത്തീകരിക്കുന്നതാണ് എനിക്കിട്ടുള്ള നിർദ്ദേശം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്ത് മാറ്റം വരുത്താൻ നമ്മുടെ ഈ യോഗാഭ്യാസം കൊണ്ട് കഴിയും? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ശൈലിയായി മാറിയിട്ടുണ്ട്. ഗുരുകുല സമ്പ്രദായം, അതിന്റെ ശിക്ഷണ രീതികള്, അതുപോലെ തന്നെ പണ്ടൊരു അധ്യാപകനോട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് പൊതുസമൂഹത്തിൽ കുറെ കാഴ്ചപ്പാടും കടമയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലെ കാഴ്ചപ്പാടും കടമയൊക്കെ മറന്നുകൊണ്ടുള്ള ഒരു ലൈഫാണ് ഇപ്പോൾ ശിക്ഷണ രീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാവരും അടിസ്ഥാനപരമായിട്ട് പറയുന്നത് മീഡിയകളുടെ അതിപ്രസരം എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ അതല്ല. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ വേണ്ട രീതിയിൽ ശിക്ഷണം കൊടുക്കാനുള്ള ഒരു താല്പര്യക്കുറവും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ നേരിടുന്ന മാനസിക വ്യാപാരങ്ങളെ, വെല്ലുവിളികളൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗയ്ക്ക് വലിയ സാമർഥ്യം, വലിയ കഴിവുണ്ടെന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, വിദ്യാഭ്യാസ രീതിയിലൊക്കെ തന്നെ യോഗയെ ഉൾക്കൊള്ളിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു നല്ല പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ യോഗ അഭ്യാസത്തിലൂടെ, പഠനത്തിലൂടെ സാധിക്കും. നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം യോഗാസനങ്ങളാണ് നടത്താൻ കഴിയുക? ഈ വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് നമ്മളെ കുട്ടികൾക്കുള്ളത് കിട്ടുന്നത്. അപ്പൊ ആ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം യോഗാസനങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ശരിക്ക് യോഗ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പ്രാവർത്തികമാക്കണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. പക്ഷേ ഈ യോഗ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലൊക്കെ യോഗ മത്സരങ്ങൾ നടക്കുന്നുണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ. അത്തരം മത്സരവേദികളിൽ മത്സരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ അത്തരം വേദികളിൽ നിന്നുള്ള ബോധവൽക്കരിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു പ്രോജക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ മത്സരിപ്പിച്ച് അവർക്ക് ഗ്രേസ് മാർക്കൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചോളം ക്രീഡായോഗ, അതുപോലെ സ്പോർട്സ് യോഗ, ആ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പാഠ്യപദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്.